എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഇത്തരം കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അതായത് പഠിക്കുന്ന കാലത്ത് ഞാനൊന്നും പഠിക്കില്ലടാ, പരീക്ഷയുടെ സമയത്തൊന്നും ഞാൻ അങ്ങനെ പഠിക്കാറൊന്നുമില്ല. ഇന്നലെ വരെ ഞാൻ സിനിമയ്ക്ക് പോയി, കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയി. രാത്രി കുറച്ച് നേരം അമ്മ നിർബന്ധിച്ചപ്പോൾ കുറച്ച് നേരം പഠിച്ചു. അപ്പം നമ്മൾ വിചാരിക്കും, ഓഹ് ഇവൻ നല്ല പഠിപ്പിസ്റ്റാണ്, ഇവൻ പോലും പഠിച്ചിട്ടില്ല. പരീക്ഷയ്ക്ക് കുഴപ്പമില്ല, മാർക്ക് വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മാർക്കിൻ്റെ റിസൾട്ട് നോക്കാൻ പോകുമ്പോൾ അവന് തന്നെയായിരിക്കും ടോപ്പ്. നമ്മളപ്പോൾ ചിലപ്പോൾ തോറ്റുണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ പാസ്സായിട്ടുണ്ടാവും. എപ്പോഴും അവൻ അങ്ങനെ പറയൂ, ഞാനൊന്നും പഠിച്ചിട്ടില്ല. നമ്മൾ അവനെ വിശ്വസിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കളിക്കാൻ വേണ്ടി നടക്കുമ്പോൾ, ഓഹ് എന്നെനിക്ക് വയ്യടാ, എനിക്ക് എതിർ ടീമിലാണ് ഞാൻ കളിക്കുന്നതെങ്കിലും എനിക്ക് വയ്യ, കളിക്കാനൊന്നും പറ്റില്ല, ഓടിക്കളിക്കാനൊന്നും വയ്യ. പക്ഷെ കളിക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ ഓടി നടന്ന് ഗോളടിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓഹ് ഇവനിത് എന്തിനാ നമ്മളോട് ഇങ്ങനെ. അപ്പോഴും അവൻ മിടുക്കനാവും. എന്തെങ്കിലും ഒരു പ്രസംഗ മത്സരത്തിന് അവൻ്റെ കൂടെ പോയാൽ അവൻ പറയും, ഞാനൊന്നും ഒരുങ്ങിയിട്ടില്ല, എനിക്കല്ലെങ്കിലും പ്രസംഗിക്കാനുള്ള കഴിവൊന്നുമില്ല, പുസ്തകങ്ങളൊന്നും ഞാൻ വായിക്കാറില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ലടാ, ഞാൻ അങ്ങനെ പ്രസംഗം, ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് മുട്ട് കുറച്ചിട്ടൊന്നും അങ്ങനെ കയറുന്ന സംസാരിക്കാനൊന്നും അറിയില്ല. എന്നാലും ഒരു ശ്രമം, വെറുതെ അച്ഛൻ തള്ളിവിട്ടതുകൊണ്ട് വന്ന് നോക്കാം. നമ്മൾ എങ്ങനെയെങ്കിലും കുറേയൊക്കെ ബൈ ഹാർട്ട് ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുത്ത് പറയാൻ വേണ്ടി ശ്രമിച്ച് സ്റ്റേജിൽ കയറി ജസ്റ്റ് നമ്പർ വിളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിച്ച് വിറച്ച് നമ്മൾ ഇറങ്ങി പോരുമ്പോൾ ഇവൻ മിടുമിടുക്കനായി നിന്ന് കാസറുന്നുണ്ടാകും. ഒന്നാം സമ്മാനം അവൻ തന്നെ മേടിക്കും. ഇനി ഇങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടർ കണ്ട് നമ്മൾ പഠനവും കളിയും വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ജോലി സ്ഥലത്തെത്തും. അവിടെ ഉണ്ടാവും ഒരാൾ മാനേജർ പറയുമ്പോഴേക്കും മാനേജറെ മുന്നിൽ ഇരുന്നിട്ട്, ഓഹ് സാർ, സോറി സാറേ. തിരിച്ചു വന്നിട്ട്, ഓഹ് ഇയാളൊക്കെ എന്ത് മണ്ണാനാ, ഇയാളെ കൊണ്ട് തോറ്റു, ഞാൻ ഇയാൾ പറയേണ്ടതൊന്നും കേൾക്കില്ല, ഇയാൾ പറയേണ്ടതൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. അജാതി പടച്ചു വിടുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ആരുടെയെങ്കിലുമൊക്കെ മുഖം നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. പഠിച്ച കാലം മുതൽ ജോലി സ്ഥലത്ത് ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് നിങ്ങൾ ഇത്തരം ആളുകളെ കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ സത്യത്തിൽ ഡുവൽ പേഴ്സണാലിറ്റി ആണോ, അതോ രാവണന്റെ പോലെ 10 തലയുള്ള ആളുകളാണോ, നമുക്ക് മനസ്സിലാവാറില്ല. ഇങ്ങനെയുള്ള ആളുകളെ ചിലരൊക്കെ വിശ്വസിച്ച് പോവുകയും ചെയ്യും. ഞാനും വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലത്തിലേക്ക് ഇവർ നമ്മെ മാറ്റിക്കൊണ്ടുപോവുകയും ചെയ്തു. എന്തൊക്കെയാണെങ്കിലും ഇത്തരം ആളുകൾ നമ്മുടെ കൂടെ വളരും. കളകളും വിളകളും എന്നൊക്കെ പറഞ്ഞ പോലെ വിളയോടൊപ്പം കളകളും വളരട്ടെ എന്ന് ഈശോ ബൈബിളിൽ പറയുന്നത് പോലെ ഇത്തരം കളകൾ വളരുന്നത് നല്ലതാണ്. ചില ആളുകൾ നമുക്ക് ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ള ജോലി സ്ഥലത്തേക്കുള്ള ആളുകളാണ്. മാനേജർ ഒരു കാര്യം പറയുമ്പോഴേക്കും ആൾ അടിച്ച് കയറും, മാനേജറെ മുന്നിൽ ചെന്ന്. അത് കഴിഞ്ഞ് മാനേജർ വന്നാലോ, മാനേജർ മുന്നിൽ അടിമ നിൽക്കുന്നത് പോലെ നിന്ന്, സാറേ ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് ആൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാവുന്ന ആൾ. എന്നാൽ മാനേജറെ കുറിച്ചോ മറ്റുള്ള കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർ പറയുന്നത് കേട്ടാൽ നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് സാധനം കയറുകയും ചെയ്യും. പക്ഷേ നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ അടുത്തും ഇങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഇവർ പറയുന്നതിലൊന്നും വലിയ കാമ്പില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, കൂട്ടുകാരെയൊക്കെ വിശ്വസിക്കണം. പക്ഷെ പഠനത്തിനിടയിൽ ഇവർ പറയും പഠിക്കില്ല എന്ന്, പക്ഷെ നിങ്ങൾ നന്നായി പഠിച്ചത് നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾ നന്നായി ജോലി ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. ആരുടെയും വാക്കുകൾ വിവേകമില്ലാതെ അനുസരിക്കാൻ പോകരുത്. നല്ല വിവേകമുള്ള മക്കളായിട്ട് വളരുക. നന്ദി.